ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ CUT PG നോട്ടിഫിക്കേഷൻസ് തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അഡ്മിഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വീഡിയോ സീരീസ് PG അപ്ഡേറ്റ് സീരീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇറ്റ് ഇസ് മീ സെയ്ദ് ഷഹീർ ഫ്രം പെപ്പ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പെപ്പ് നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ ഏറ്റവും അലേർട്ടായിരിക്കേണ്ടത് ഈ പറയപ്പെടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ അലേർട്ടായിരിക്കേണ്ട ഒരു സമയമാണ്. കാരണം റിസൾട്ട് വന്നു, യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻ പ്രോസസ്സുകൾ ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളും പോസിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ മിസ്സായി പോയാൽ അതൊരു വൻ നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സ്റ്റേ അലേർട്ടായിട്ടിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പെപ്പിൻ്റെ PG മിഷൻ ഗ്രൂപ്പുകൾ, ഗൈഡ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷൻസും തുരുതുരാ നോട്ടിഫിക്കേഷൻസ് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പെപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെയും ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സും കോഴ്സുകളും ഒക്കെ ഒരു ഡീറ്റെയിൽസ് കിട്ടും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു പേജും ആ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഫോളോ ചെയ്യുക. നമ്മളെ ഡിസ്ക്രിപ്ഷനിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരല്ലേ. JNU, ഞാനൊരു JNU പ്രൊഡക്റ്റാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് JNU. അവിടെ നിങ്ങളെ കോഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ നോക്കുന്ന കോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പഠിക്കുക. കാരണം JNUവിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ ഒരു ആവശ്യമില്ല. ന്യൂഡൽഹിയിൽ, നമ്മളെ ഡൽഹിയിൽ തന്നെയാണ് ക്യാമ്പസ് ഉള്ളത്. NIRF റാങ്കിങ്ങിൽ ഇതാ കുറേ കൊല്ലങ്ങളായിട്ട് തന്നെ ആദ്യത്തെ സ്ഥാനങ്ങൾ, 1, 2, 3 സ്ഥാനങ്ങൾ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. പൊളിറ്റിക്കലി ഭയങ്കര അലേർട്ടായിട്ടുള്ള വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ലോകത്തിന്, ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഇൻട്രോൻ്റെ ഒന്നും ആവശ്യമില്ല, JNU എന്നുള്ളൊരൊറ്റ പേര് മതി അല്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. JNU നമ്മുടെ ഈ വർഷത്തെ 2025-26 ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ JNUവിലുള്ള ഡിഫറെൻറ്റ് കോഴ്സുകൾ, അതിൻ്റെ എലിജിബിലിറ്റി, അതിൻ്റെ ആപ്ലിക്കേഷൻ അഡ്മിഷൻ പ്രോസസ്സുകളൊക്കെ കുറിച്ചിട്ടൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇവിടെ സ്റ്റേ ആയിട്ട് ഓക്കെ. അപ്പം JNUവിൻ്റെ വെബ്സൈറ്റാണ്. JNUവിൻ്റെ കുറേ വെബ്സൈറ്റുകൾ കാണാം. അതായത് ഒരു മെയിൻ വെബ്സൈറ്റ് ഇതാണ്, ഇതല്ലാത്ത വേറൊരു വെബ്സൈറ്റും ഉണ്ട്. ആ ഒരു വെബ്സൈറ്റ് ഇതാണ്. ഓക്കെ, ഏതിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ പ്രോസസ്സൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇവിടെ അഡ്മിഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻസിൽ ഒരു ഫസ്റ്റ് തന്നെ ഒരു ഇത് കിടക്കുന്നുണ്ട്. ഇതാണ് JNU റീസെൻ്റ് ആയിട്ട്, അതായത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുള്ള അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം JNUവിലേക്ക്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 23-ാം തീയതി, മെയ് 23-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അഗെയിൻ നമ്മളെ ഫസ്റ്റ് കൺസേൺ ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി കേട്ടോ. ജൂൺ 16-ന് രാത്രി 11:50 ഉള്ളിൽ. സാധാരണ 59 ഒക്കെ കൊടുക്കും, ഇവർ 10 മിനിറ്റ് ഇപ്പുറത്ത് വെച്ചിക്കണ്. ഏതായാലും 11:50 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ചോദ്യം, ഇത് നീട്ടാൻ വേണ്ടി കാത്തിക്കല്ലേ മക്കൾ, നിങ്ങളിപ്പം തന്നെ കൊടുക്കുക കേട്ടോ. ആപ്ലിക്കേഷൻ ഏതായാലും ഫസ്റ്റ് തന്നെ കൊടുക്കുക, ലാസ്റ്റ് ലേറ്റ് നീട്ടരുത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയണത് പോലെ ലാസ്റ്റിന് വേണ്ടി കാത്തു നിന്നാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോർമൽ പ്രോസസ്സിൽ എക്സ്റ്റെൻഡ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും 16 ജൂണിനാണ് നമ്മളെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത് CUTയുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ CUT എഴുതിയിട്ടുള്ള CUTയുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഒരു OTP പോവും. ആ OTP വെച്ചിട്ട് നമുക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു പ്രൊഫൈലിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഡാറ്റ. ഫസ്റ്റ് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏതായാലും ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾ ഇവിടെ ഒരു വെബ്സൈറ്റ് കാണാം അല്ലേ, JNUEE, അതായത് JNU എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ളതാണ്, .jnu.ac.in എന്നുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ അടുത്ത നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ പേജിലേക്ക് പോകും. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കും പ്രോസ്പെക്ട്സ്. ഓക്കെ, പ്രോസ്പെക്ട്സിൽ PGയുടെ പ്രോസ്പെക്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാണും. അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അതാണ് നമ്മളിനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു നമ്മളുടെ JNUയുടെ ഇത് വരുന്നത്, പ്രോസ്പെക്ട്സ് വരുന്നത്.
ഓക്കെ, ഈ ഒരു പ്രോസ്പെക്ട്സ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്കുള്ള ഒരുപാട് കോഴ്സുകൾ MA പ്രോഗ്രാമുകളും MSc പ്രോഗ്രാമുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ലാംഗ്വേജ് കോഴ്സുകളുണ്ട്, ഒരുപാട് സയൻസ് ലൈഫ് സയൻസ് കോഴ്സുകളുണ്ട്, സോഷ്യൽ സയൻസിലുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മളിനി ആ ഒരു JNU പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ MBA പ്രോഗ്രാം ഉണ്ട്. പലർക്കും അറിയാത്തൊരു വിവരമായിരിക്കും. JNUവിൽ MBA ഉണ്ട്, പക്ഷേ CAT സ്കോറാണ് നമുക്ക് ഇവിടെ വേണ്ടത് കേട്ടോ. CAT സ്കോറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രോഗ്രാമും കമ്പ്യൂട്ടേഷണൽ ബയോളജി പ്രോഗ്രാമും ഉണ്ട്. അത് GATB എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് എടുക്കുന്നത്. MTech ഉണ്ട് അല്ലേ. JNUവിൽ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു ചെറിയ സംശയം ഉണ്ടാവും. ഏതായാലും നമ്മൾ അറിയാത്ത ആളുകൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് CUT PGയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത് MA MSc മറ്റ് കോഴ്സുകളിലേക്കൊക്കെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് ഒരുപാട് സ്കൂൾസാണ് കേട്ടോ. JNUവിലെ ആ ഇഷ്ടിക ബിൽഡിങ്ങുകൾ ഞങ്ങളോട് പറയട്ടെ, ഇതിൻ്റെ ഇടയിൽ പറയാണ്, നിങ്ങളിനി എപ്പോഴെങ്കിലൊക്കെ ഡൽഹിയിൽ ടൂർ പോകുമ്പോൾ കുത്തബ് മിനാറും റെഡ് ഫോർട്ടും ഇന്ത്യ ഗേറ്റും ഒക്കെ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളൊരു വിജ്ഞാന കുതകിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ JNU കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കയറ്റുമെന്ന് വെച്ചാൽ ബസ്സുണ്ട്. JNUവിൻ്റെ ഉള്ളിലൂടെ ബസ് റൂട്ടുണ്ട്. JNUവിൻ്റെ ഉള്ളിലൂടെ നമുക്ക് എന്തുണ്ട് ബസ്സിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റും. ഒരുപാട് നമ്മുടെ നദികളുടെയും പുഴകളുടെയൊക്കെ പേരുള്ള ഹോസ്റ്റലുകളും മലകളുടെ പേരുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതായാലും ഒരുപാട് സ്കൂൾസാണ് കാണാൻ സാധിക്കുക. വലിയ ആരവല്ലി കാടിൻ്റെ നടുവിലാണ്. നിങ്ങൾ ഇതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ഒക്കെ നോക്കിയാൽ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ഞാൻ അങ്ങനെ തള്ളല്ല, നിങ്ങൾ എന്ത് തള്ളാണ് മാഷ എന്നൊക്കെ ആയിരിക്കും. ശരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിരിക്കുന്ന സ്ഥലമാണ് JNU, അതുകൊണ്ടാട്ടോ പറയണത്. ഓക്കെ, ഏതായാലും നമുക്ക് JNUവിലുള്ള ഡിഫറെൻറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലേ. JNUവിൽ നമുക്ക് പറ്റുന്ന കോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഒരു മേജർ കൺസേൺ വരുന്നത്. ഡിഫറെൻറ്റ് സ്കൂൾസ് ആണുള്ളത്, ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ്, ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അതിൽ നമുക്ക് നമ്മളെ കോഴ്സുകൾ ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഒന്ന് MA പൊളിറ്റിക്സും അതുപോലെ തന്നെ MA IR ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഏരിയ സ്റ്റഡീസും, അതുപോലെ തന്നെ MA എക്കണോമിക്സും ഇൻ്റർനാഷണൽ റിലേഷൻസ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസൊക്കെയാണ് ഏതിൽ വരുന്നത്, നമ്മൾ SISൻ്റെ അണ്ടറിലേക്ക് വരുന്നത്. ഈ ഒരു സ്കൂളിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MA പൊളിറ്റിക്സ്, MA എക്കണോമിക്സ്, MA ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഏരിയ സ്റ്റഡീസ്, വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. HUQP 18-ഉം COQP 10-ഉം HUQP 18-ഉം ഒക്കെ തന്നെയാണ് ഏകദേശം കോഴ്സുകളുടെയൊക്കെ NTA കോഴ്സ് കോഡ് നോക്കുന്നത്. പിന്നെ ഓരോന്നിൻ്റെ എലിജിബിലിറ്റി നിങ്ങൾ നോക്കുക. ബാച്ചിലർ ഓൾമോസ്റ്റ് സെയിം ആണ്, ഓൾമോസ്റ്റ് ഇനി ഡിഗ്രി ഒക്കെയാണ്. ചിലതിനൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള വ്യത്യാസമുണ്ട്. ചിലതിന് 50% വേണ്ടിയുണ്ട്, ചിലതിന് 60% മാർക്ക് വേണ്ടിയുണ്ട്, എക്കണോമിക്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചിലതിനുള്ള എലിജിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. മറ്റൊരു സ്കൂളാണ് സ്കൂൾ ഓഫ് ലാംഗ്വേജ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്. ഒരുപാട് ലാംഗ്വേജ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഈവൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കിനി അവസരം കിട്ടിയില്ല, ഇനി നിങ്ങളുടെ അനിയന്മാരോട് നിങ്ങൾ പറയാണ് +2 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി വ്യത്യസ്ത ഫോറിൻ ലാംഗ്വേജിൽ നമുക്കിവിടെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു വെച്ചോളാം. ഓക്കെ, നോക്കൂ, ഡിഫറെൻറ്റ് ലാംഗ്വേജ് കോഴ്സുകളാണ്. ഓരോന്നിൻ്റെയും കോഡുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. LAQP 29, 30, 05, 15, 20 ഒക്കെ ആയിട്ടുള്ളതാണ്. പേർഷ്യൻ, പാഷ്തോ, അറബിക്, ജാപ്പനീസ്, കൊറിയൻ. ഇപ്പോൾ MA അറബിക്കിനൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളില്ലേ നമ്മുടെ നാട്ടിൽ, അവർക്കൊക്കെ JNUവിൽ പോയി പഠിക്കാം. വ്യത്യസ്ത ഫോറിൻ ലാംഗ്വേജ് കോഴ്സുകൾ ജർമ്മനും സ്പാനിഷും ഒക്കെ പോയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സുകളാണ് MA ലിംഗ്വിസ്റ്റിക്സും അതുപോലെ തന്നെ MA ഇംഗ്ലീഷും. സെൻറ്റർ ഫോർ ഇംഗ്ലീഷ് സ്റ്റഡീസും സെൻറ്റർ ഫോർ ലിംഗ്വിസ്റ്റിക്കും പ്രൊവൈഡ് ചെയ്യുന്ന 2 കോഴ്സുകളാണ്. MA ഇംഗ്ലീഷ്, ഇംഗ്ലീഷൊക്കെ നിങ്ങളത് ആലോചിച്ച് നോക്കി, JNUവിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങളോട് പറയില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും MA ഇംഗ്ലീഷ് നമുക്ക് പെപ്പിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് JNUവിൽ ഇംഗ്ലീഷ് കോഴ്സും ലിംഗ്വിസ്റ്റിക്കും ഒക്കെ പഠിച്ചവരുണ്ട്. നമ്മളെ പെപ്പ് അലൂമിനീസ് അത്യാവശ്യമുള്ളൊരു
ക്യാമ്പസും കൂടിയാണ്. അപ്പം ശ്രദ്ധിക്കുക, LAQP 01 ആണ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എഴുതേണ്ടത്, 04 ആണ് ലിംഗ്വിസ്റ്റിക്കിന് വേണ്ടിയിട്ട് എഴുതേണ്ടത് കേട്ടോ. ഏത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ എന്താണ് മറ്റ് ഡിപ്ലോമ സയൻസുകളൊക്കെ ഉണ്ട്. സ്കൂൾ ഓഫ് ലൈഫ് സയൻസിൻ്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് MSc ലൈഫ് സയൻസ് ആണ് മെയിൻ കോഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ MSc എന്താണ് റിസർച്ച് പ്രോഗ്രാം, ലൈഫ് സയൻസിലുള്ള റിസർച്ച് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇനി വലിയൊരു പോപ്പുലർ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ നോക്കാം നമുക്ക്. ഒരുപാട് കോഴ്സുകളുണ്ട്. പിന്നെ എക്കണോമിക്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹിസ്റ്ററിയിൽ തന്നെ മോഡേൺ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, ആൻഷ്യൻ്റ് ഹിസ്റ്ററി. ഒക്കെ ബഡാഗഡൻ പ്രൊഫസർമാരും നമ്മൾ ചിലപ്പോൾ അവരെഴുതിയ പുസ്തകങ്ങളൊക്കെ തന്നെയായിരിക്കും അവർ പഠിപ്പിക്കുക. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ കോഡ് നോക്കുക. HUQP 09 ആണ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ HUQP 18 ആണ് വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ എന്താണ് ജോഗ്രഫി വരുന്നത്, ജോഗ്രഫിയിൽ HUQP 08 ആണ്. ഓരോന്നിൻ്റെയും എലിജിബിലിറ്റി നിങ്ങൾ നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്നുള്ളത്. അതുപോലെ വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻറ്റർ ഫോർ സോഷ്യൽ സിസ്റ്റത്തിൽ, അതായത് C++ എന്നൊക്കെയാണ് പറയുക. സോഷ്യോളജി കോഴ്സ് നമുക്ക് MA സോഷ്യോളജി പഠിക്കാം HUQP 22 നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താണ് ഡെവലപ്മെൻറ്റൽ ആൻഡ് ലേബർ സ്റ്റഡീസ്. ഓക്കെ, HUQP 06 ആണ് അതിന് വേണ്ടിയിട്ട് എഴുതേണ്ടത്. അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്, ടിസ്സിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സുകൾ ഒന്നാണ് MPH എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് JNUവിലുള്ള ബെസ്റ്റ് കോഴ്സുകളിലൊന്നാണ് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്. നിങ്ങൾ ഈ MBBSും BDS BAMS ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ് പൊതുവെ ഈ ഒരു കോഴ്സിന് വേണ്ടി പോവാറുള്ളത്. എലിജിബിലിറ്റി നോക്കണം കേട്ടോ. COQP 19 ആണ് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസ്. എൻവയോൺമെൻറ്റൽ സയൻസിൽ MSc എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ട്. SCQP 11 എഴുതിയ ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസ് ഉണ്ട്. അതിൽ എന്തുണ്ട് MTech പ്രോഗ്രാമുകളുണ്ട്. ഓക്കെ, ഡാറ്റാ സയൻസും കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് MCA, JNUവിൽ MCA ഉണ്ടോ എന്ന് പല ആളുകൾക്കും ചില ആളുകൾക്ക് നമ്മളിത് പറയുമ്പോൾ JNUവിൽ MCA, ആളുകളുടെ ഒരു വിചാരം JNUവിൽ ഹിസ്റ്ററിയും എന്താണ് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. MBAയും BTech MTechും അതുപോലെ തന്നെ എന്താണ് MCA പ്രോഗ്രാമുകളൊക്കെ നമ്മൾ JNUവിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, സൈക്കോളജി ഉണ്ടോ എന്ന് ചിലർ ചോദിക്കലുണ്ട്. സൈക്കോളജി PG ഇല്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മറന്നു പോയതായിരിക്കും. അതായത് സോഷ്യോളജിയും ബാക്കിയൊക്കെ കൊടുത്തിട്ടും സൈക്കോളജി ഫിലോസഫി ഒക്കെ ഉണ്ട്, പക്ഷേ സൈക്കോളജി കൊടുക്കാതെ മറന്നു പോയതായിരിക്കും. അപ്പോൾ സൈക്കോളജി ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പക്ഷേ PhD ചെയ്യാം നിങ്ങൾക്ക് സൈക്കോളജിയിൽ എന്ത് ചെയ്യാം, PhD ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ MCA ഉണ്ട്. MCAക്ക് എന്താണ് SUQP 09 ആണ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഫിസിക്കൽ സയൻസ് സ്കൂളുണ്ട്. അതിലെന്തുണ്ട് MSc കെമിസ്ട്രിയും അതുപോലെ തന്നെ എന്താണ് MSc മാത്തമാറ്റിക്സും ഒക്കെ നമുക്ക് MSc ഫിസിക്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പഠിക്കാം. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ പഠിക്കാം. SUQP 24ഉം 08ഉം 19 ഒക്കെയാണ് എഴുതേണ്ടത്. സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളുണ്ട്. അവിടെ തന്നെ എന്താണ് CUT വഴിയല്ല GATB വഴിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. കമ്പ്യൂട്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പം MSc എന്താണ് CUTൻ്റെ കീഴിൽ വരുന്നതാണ് എന്ത് കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഇൻ്റഗ്രേറ്റീവ് സയൻസസ് എന്ന് പറയുന്നത്. SUQP 24 എഴുതിയ ആളുകൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇങ്ങനെ കുറേ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ്, അവിടെ എന്താണ് സ്കൂൾ ഓഫ് MA ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. HUQP 04 എഴുതിയാൽ സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഉണ്ട്. നോക്കൂ, അങ്ങനെ ഓരോന്നിനും അതിൻ്റെ GATBൻ്റെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. സംസ്കൃത സ്റ്റഡീസ്, ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, MTech ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ MBA കോഴ്സുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. പിന്നെ എന്താണ് നമുക്കിവിടെ കിട്ടിയാൽ ഏകദേശം എല്ലാവർക്കും എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഹോസ്റ്റൽ കിട്ടും. ഹോസ്റ്റൽ ഫീസ് എന്നൊക്കെ പറയുന്നത് തുച്ഛമായ ഫീസേ ഉള്ളൂ. തുച്ഛമായ ഫീസും കോഴ്സിൻ്റെ ഫീസ് പോലും എന്താണ് തുച്ഛമായ ഫീസേ ഉള്ളൂ. പിന്നെ ഡിസാസ്റ്റർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. COQP 09 എഴുതിയ ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഏതായാലും ഒരുപാട് കോഴ്സുകൾ, ഞാൻ എല്ലാം ഇങ്ങനെ പറയണില്ല, എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ തമിഴുണ്ട്, അതുപോലെ തന്നെ എന്താണ് അങ്ങനെ ഡിഫറെൻറ്റ് കോഴ്സുകളാണ് നമുക്കിവിടെ ഉള്ളത്. റിസർവേഷൻ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അടുത്തത് പറയുന്നത് റിസർവേഷൻ കാറ്റഗറീസ് ആണ്. ഓക്കെ,
നമുക്ക് EWSഉം പിന്നെ അതാ ഓരോന്നിൻ്റെയും ഫോമുകളൊക്കെയാണ് പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുള്ളത്. OBC ഫോമും EWSൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളുടെ പ്രോസ്പെക്ട്സ് വരുന്നത്. പ്രോസ്പെക്ട്സിൽ എന്താണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് ഇതവിടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ, ഈ ഒരു മൂലക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് JNUൻ്റെ അപ്ലിക്കേഷനിലേക്ക് CUTയുടെ ശേഷമുള്ള അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകാൻ സാധിക്കും. അപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്താണ്, നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ സിഗ്നേച്ചറും പേഴ്സണൽ ഡീറ്റെയിൽസും ഫോട്ടോയും ഒക്കെ ആവശ്യമുണ്ടാവും. അതൊക്കെ റെഡിയാക്കി വെക്കുക. ഇതൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. ഏറ്റവും ബെറ്റർ കമ്പ്യൂട്ടറിനോ ലാപ്ടോപ്പിന്നോ ചെയ്യുന്നതാണ് ഏറ്റവും നന്നാവുക. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എങ്ങനെ വരും, 300 രൂപയാണ് ജനറലിനും EWS OBC കാറ്റഗറിക്കൊക്കെ വരുന്നത്. SC ST VWDക്ക് 150, ഫോറിൻ നാഷണൽസിന് ഞങ്ങൾ ആരും ഇല്ലല്ലോ അല്ലേ. ഓക്കെ, ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചേഴ്സും നമ്മളുടെ ഡോക്യുമെൻസും ഒക്കെ വേണം. അത് ഇത്ര KB, അതൊക്കെ നമുക്ക് റെഡ്യൂസ് ദ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ തന്നെ അടിച്ചാൽ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, പാസ്വേഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇവിടെയാണ് നമ്മൾ CUT ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കോഡും അടിക്കുക. അപ്പോൾ ഒരു OTP പോകും. ആ OTP വെച്ചിട്ട് നമ്മളൊരു പ്രൊഫൈലിലേക്ക് പോകും. മുമ്പ് നമ്മൾ ഹൈദരാബാദിൻ്റെയൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ പിന്നെ അവിടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യുക, കോഴ്സ് ചൂസ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, എന്താണ് പേ ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു എന്താണ് ഇവരുടെ ഡാഷ്ബോർഡിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. വെയിറ്റിംഗ് ലിസ്റ്റുകൾ വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് മിസ്സായി പോവാതെ നോക്കണം. ഫസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ്, സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ്, തേർഡ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾ നിരന്തരമായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളോട് പറയാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കോഴ്സുകളില്ലേ, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഫിലോസഫി, എന്താണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇഷ്ടം പോലെ കോഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, അറബിക്ക്, ഇംഗ്ലീഷ്, ലിംഗ്വിസ്റ്റിക്, പഠിക്കാൻ പറ്റുകയാണെങ്കിൽ JNUവിൽ പഠിക്കുക. ലൈഫിൽ നമുക്കൊരു അക്കാഡമിക് ഡ്രീമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ JNUവിൽ പഠിക്കണം. ഇപ്പോൾ ഇന്ത്യയിലൊരു ഏറ്റവും ബെസ്റ്റ് അല്ലടാ, നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ബെസ്റ്റായിട്ട് നമ്മൾ കാണണം. നമ്മളെപ്പോഴും നമ്മൾ ഈ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും നമ്മളത്ര ഒരു പോരാ നമുക്കൊരു തോന്നലുള്ളതുകൊണ്ടാണ്. അതൊക്കെ ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ കുറച്ച് വിചാരിച്ചോളൂ. നമ്മൾ വിചാരിക്കണം ഞാൻ ഉഷാറൊക്കെ തന്നെയാണ്. കാരണം 50% മാർക്കല്ലേ വേണ്ടുള്ളൂ ഇവിടെയൊക്കെ കയറാൻ. ഈ പറയപ്പെടുന്ന എൻട്രൻസ് നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. കിട്ടി, ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് കിട്ടട്ടെ. അപ്പോൾ നിങ്ങളൊരു മനസ്സിലൊരു ഡ്രീമൊക്കെ വെക്കുക, എന്ത്, ഞാൻ JNUവിലൊരു കോഴ്സൊക്കെ പഠിക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു എന്താണ് PGക്ക് ഒരു അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല, അടുത്ത ലക്ഷ്യം വെക്കുക, ഞാനൊരു PhD. കാരണം ഈ എല്ലാ സെൻറ്ററിലും ഇവിടെയൊക്കെ PGയേക്കാൾ കൂടുതൽ പ്രിഫറൻസുകൾ കൊടുക്കുന്നത് PhD പ്രോഗ്രാമിനാണ് കേട്ടോ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും PhD ഉണ്ട്. അപ്പോൾ ഞാനൊരു PhDക്ക് എങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള അങ്ങനത്തെ ഒരു ഗോളൊക്കെ ലൈഫിലൊന്ന് വെച്ച് നോക്കി. ആ ഗോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഡൽഹി പോകുമ്പോൾ വെറുതെ ഒന്ന് JNUവിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പറ്റില്ല. ആ ലെവലിലേക്ക് അങ്ങനെ നിങ്ങൾ കണ്ടീഷനാവും. അപ്പോൾ ഏതായാലും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ JNU സ്വപ്നവും ഒക്കെ പൂവണിയട്ടെ. ഏകദേശം ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അവസാന ദിവസത്തേക്ക് 16 ജൂണിനേക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാതിരിക്കുക. അപ്പോൾ ഡൽഹിയിൽ നിന്ന് കാണാം, JNU കാണാൻ ഒരു ചായയും കുടിച്ചിട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.